വിവരമാണ് ലോകത്തെ പണിയുന്നത്. അതാണ് അധികാരത്തിൻ്റെ ആയുധം. പുരോഗതിയുടെ ഉപകരണവും അതുതന്നെ. ഈ സത്യം വളരെ ചെറുപ്പത്തിൽ അറിയുകയും വിവര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം നൽകുകയും ചെയ്തയാളാണ് ആറോൺ സ്വാർട്സ്. Is the freedom to connect like freedom of speech or like the freedom to murder? Family of internet freedom activist Aaron Swartz has blamed the US criminal system. How exactly did it come to his death? That's a place that I go to very reluctantly, but I can think the Archive network, which stood to be harmed the most. തന്ത്രപ്രധാനവും എന്നാൽ ജനങ്ങൾ അറിയേണ്ടതുമായ ഒരുപാട് രഹസ്യങ്ങൾ ചോർത്തി പ്രസിദ്ധപ്പെടുത്തിയതിന് ജൂലിയൻ അസാഞ്ചിനെ വേട്ടയാടുന്ന US ഭരണകൂടം തന്നെയാവാം മറ്റൊരു കമ്പ്യൂട്ടർ പ്രതിഭയായ സ്വാർട്സിൻ്റെ അകാല മരണത്തിനും കാരണമായത്. 26-ാം വയസ്സിൽ അദ്ദേഹം തൂങ്ങി മരിച്ചത് ഒട്ടനേകം കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടതിൻ്റെ പിരിമുറുക്കത്തിലാണ്. ഇൻ്റർനെറ്റിൽ നിന്ന് വിവരം ശേഖരിക്കുന്നത് എളുപ്പമാക്കിയ RSS റിയലി സിമ്പിൾ സിൻഡിക്കേഷൻ ആറോൺ കൂടി സഹകരിച്ച് രൂപപ്പെടുത്തിയതാണ്. 14-ാം വയസ്സിലാണ് അദ്ദേഹം അത് ചെയ്തത്. കോപ്പിറൈറ്റ് അടക്കം വിവരശേഖരണത്തിലെ കുത്തകവൽക്കരണത്തെ ചെറുക്കുന്നതിന് ക്രിയേറ്റീവ് കോമൺസ് എന്ന ലൈസൻസിംഗ് രീതി ആവിഷ്കരിച്ചതും റെഡിറ്റ് എന്ന സംവാദ സൈറ്റ് തുടങ്ങിയതും പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നതിന് ഓപ്പൺ ലൈബ്രറി സംഘടിപ്പിച്ചതും ഡിമാൻഡ് പ്രോഗ്രസ് എന്ന പൗരസ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായതും എല്ലാം സ്വാർട്സിൻ്റെ ദൂരക്കാഴ്ചയ്ക്കും സ്വാതന്ത്ര്യബോധത്തിനും ഉള്ള തെളിവുകളാണ്. ഹാർവേഡിൽ വിദ്യാർത്ഥിയായിരിക്കെ ജെസ്റ്റോർ എന്ന കമ്പനിയുടെ സൈറ്റിൽ നിന്ന് അനധികൃതമായി 40 ലക്ഷത്തോളം പ്രബന്ധങ്ങൾ അദ്ദേഹം ചോർത്തി. ഗവേഷണ പ്രബന്ധങ്ങളും മറ്റും കുത്തകയാക്കി വെച്ച കമ്പനികൾക്ക് വേണ്ടി അവ സൂക്ഷിച്ചു വെക്കുന്ന ജോലിയാണ് ജെസ്റ്റോർ ചെയ്യുന്നത്. ജെസ്റ്റോർ എന്ന ഈ വിവരഖനി കള്ളത്താക്കോലിട്ട് തുറന്ന പ്രവൃത്തി സ്വാർട്സിനെ സംബന്ധിച്ചിടത്തോളം വിവരപ്രപഞ്ചത്തിലെ അമിതാധികാരത്തിനെതിരായ സിവിൽ നിസ്സഹകരണം കൂടിയായിരുന്നു. ചോർച്ച കണ്ടെത്തിയ അധികൃതർ സ്വാർട്സിനെ അറസ്റ്റ് ചെയ്തു. ജെസ്റ്റോർ കേസെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. സ്വാർട്സ് ആകട്ടെ ചോർത്തിയതെല്ലാം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ സർക്കാർ പ്രോസിക്യൂട്ടർമാർക്ക് കേസെടുക്കണമെന്ന് വാശി. 30 വർഷം വരെ ജയിലിലിടാൻ പര്യാപ്തമായ കുറ്റങ്ങൾക്ക് കേസ് വിചാരണ തുടങ്ങാനിരിക്കുകയായിരുന്നു. ഒറ്റ കണ്ടുപിടുത്തം കൊണ്ട് തന്നെ കോടികൾ സമ്പാദിക്കാമെന്ന് കണ്ടിട്ടും പണത്തിന് പിന്നാലെ പോയില്ല സ്വാർട്സ്. പകരം ഇൻ്റർനെറ്റ് സ്വാതന്ത്ര്യം, ഫ്രീഡം ടു കണക്ട്, പൗരസ്വാതന്ത്ര്യം, വിവരവിജ്ഞാന മേഖലയിലെ കുത്തകകൾക്കെതിരായ പോരാട്ടം എന്നിവയിലായിരുന്നു ആവേശം അത്രയും. This is a tribute to Aaron Swartz. I'm just showing my respect, so let's have a short moment to reflect. Was it cybercrime or fighting for rights? I admit it's a fine line, so might I present this? A track record you might find distinguished, the highlights of which are quite trying to list. This bright mind extinguished, died trying to bring this brave new world to life. Cybergenesis, computer literate, like-minded linguist. The lines in the script are my kind of English, and hindsight provides quite the image of an activist dying like it. അറിയാനുള്ള അവകാശത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആറോൺ സ്വാർട്സ് എന്ന മഹാപ്രതിഭയെ അനുസ്മരിച്ചുകൊണ്ട് മീഡിയ സ്കാൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ മാധ്യമ വിശകലനങ്ങളുമായി അടുത്തയാഴ്ച കാണാം.